നമുക്കേ പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഫസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സസ് ആണ്. അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടി ബുക്സ് അല്ലെങ്കിൽ PDF അങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ട റിസോഴ്സസ് അവൈലബിൾ ആണോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് അതിനൊരു പ്ലാൻ വേണം. എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എത്രത്തോളം സമയം ഇരുന്ന് പഠിക്കണം എന്നുള്ളത്. സാധാരണ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ പഠിച്ച് പോകണം, അങ്ങനെ ഒരു മാസത്തേക്ക് ഇങ്ങനെ പഠിച്ച് പോകണം എന്നാണ് പ്ലാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡെയിലി പ്ലാനർ. അത് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, എത്രത്തോളം പഠിക്കണം, ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാനർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു സ്റ്റഡി പ്ലാനർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമുക്കൊരു ഡിസിഷൻ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതായത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എത്രത്തോളം കവർ ചെയ്യണം, എത്ര അവേഴ്സ് നമ്മൾ പഠിക്കണം, എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ സ്റ്റഡി പ്ലാനറിൽ കവർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഹിസ്റ്ററി കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെന്ന് വയ്ക്കുക, ആ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ആളുടെ മുമ്പത്തെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ എത്രത്തോളം ആൾ റിക്കവർ ആയിരുന്നോ, അല്ലെങ്കിൽ ആൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി പ്ലാനർ പ്രിപ്പയർ ചെയ്തിട്ട് ഡെയിലി അത് നോട്ട് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. വെറുതെ സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മോശമാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണം, ഏതൊക്കെ പോർഷൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മളെ ഫ്യൂച്ചർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഡിസൈഡ് ചെയ്യാനും നമുക്ക് ഈ സ്റ്റഡി പ്ലാനർ കൊണ്ട് ഒരുപാട് ഹെൽപ്പ് ആവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സ്റ്റഡി പ്ലാനർ പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കി. അപ്പോൾ ആസ് യൂഷ്വൽ ഏതൊരു സ്റ്റുഡൻറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഏതൊരു പഠിക്കാനിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഗൂഗിളിൽ കയറിയിട്ട് കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാവരും സ്റ്റഡി പ്ലാനർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഓരോരുത്തരും എങ്ങനെയാണ് റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ടാണ് പലരും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കോമൺ ആയിട്ട് എന്താ എങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ഒരു ടാസ്കുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ലിസ്റ്റിൽ എന്താണോ സംഭവം, അതായത് ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും, ആ ടാസ്കിൻ്റെ പേര് എഴുതി കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. ഇതാണ് ഓൾമോസ്റ്റ് ഒരുപാട് പേര് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനർ. അങ്ങനെ കുറേ മെത്തേഡ്സുകൾ നോക്കി, കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്നുള്ളത്. ഓൾമോസ്റ്റ് ഞാൻ പഠിക്കാതിരിക്കുമ്പോഴൊക്കെ എൻ്റെ സ്റ്റഡി ടൈം ടേബിളൊക്കെ ഞാൻ സ്വയമാണ് പ്രിപ്പയർ ചെയ്യാറ്. എന്നാലും കുറച്ച് റെഫറൻസ് എടുക്കാൻ നോക്കാറുണ്ട്. ഇപ്രാവശ്യം റെഫറൻസ് എടുക്കാൻ നോക്കിയപ്പോഴും അത്ര കാര്യമായിട്ടുള്ള ഹെൽപ്ഫുള്ളായിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്റ്റഡി പ്ലാനേഴ്സ്, ഡെയിലി പ്ലാനേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ റിക്വയർമെൻറ്റ്, അതായത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് എനിക്കാണ് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു സ്റ്റഡി പ്ലാനർ പ്രിപ്പയർ ചെയ്തെടുത്തു. സംഭവം നമ്മുടെ ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പല ഡെക്കറേഷനിൽ പല കളറിലൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ആ ഒരു കലണ്ടറിൻ്റെ ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ലുക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് വേണ്ട ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ അതിനകത്ത് ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ട രീതിയിലൊരു പ്ലാനർ ക്രിയേറ്റ് ചെയ്തത്. സത്യം പറഞ്ഞത് കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, അതെനിക്ക് യൂസ്ഫുള്ളാണ്. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കണ്ടൻറ്റാണ് ആ സ്റ്റഡി പ്ലാനറിലുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ട് സൈഡിൽ വന്നിട്ടുള്ളതും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി പ്ലാനർ, ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റഡി പ്ലാനർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതായത് എനിക്ക് എൻ്റെ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനറാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങളും കോപ്പി ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അതുകൂടാണ്ട് എൻ്റെ ഡിഗ്രി എക്സാംസിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാവണമെന്നില്ല, ചിലപ്പോൾ PSC ആവാം, അല്ലെങ്കിൽ സാധാരണ +2 എക്സാം ആവാം, ഡിഗ്രി എക്സാംസ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ വേണ്ടത് ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കാം. ഒരിക്കലും നെറ്റിൽ നിന്ന് പ്രിൻ്റ് ഔട്ട്, നല്ല കാണാൻ ഭംഗിയുള്ള പ്രിൻ്റ് ഔട്ടൊന്നും എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം തെറ്റാം, നമുക്കൊന്ന് വൃത്തിയിൽ എഴുതണം. കണ്ടു കഴിഞ്ഞാൽ മീനിങ് ഫുള്ളാണ്, വൃത്തിയിലൊന്ന് എഴുതി കിട്ടണം. ഡെയിലി സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്പേസും വേണം. ചില സ്റ്റഡി പ്ലാനേഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, തീരെ സ്പേസ് ഇല്ല, ആകെ 1 ലൈനോ 2 ലൈനോ എഴുതാനുള്ള സ്പേസ് ഉള്ളൂ. നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടാസ്ക്, ടു ഡു ലിസ്റ്റ് പോലെ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്പേസ് തീരില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ ഇമേജസും ഡിസൈൻസും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈനിലെത്തിയത്. ഇതൊരു മിനിമൽ ഡിസൈനാണ്, അത്ര വലിയ കളർഫുൾ ഒന്നുമല്ല. സാധാ പാനും പെൻസിലും വെച്ചിട്ട് ഒരു ബോക്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മിനിമലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊടുത്തുള്ള സംഭവം, ഒന്നാമത്തെ കേസ് ഡേറ്റ്, ഡേ.
ഏത് ദിവസമാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ലീപ്പിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്ര മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത്, എത്ര മണിക്കാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, എൻ്റെ സ്ലീപ്പിംഗ് ടൈം എത്ര മണിക്കൂറാണ് എന്നുള്ളത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഉറക്കം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായി നന്നായിട്ട് ഉറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറയാം. ആ ഒരു ക്ഷീണമൊക്കെ വിട്ട് ഉറക്കത്തിൽ നിന്ന് പകലൊക്കെ നമുക്ക് സുഖമായിട്ട് നിന്ന് പഠിക്കാം. ബുക്ക് കാണുമ്പോൾ ഉറക്കം വരുന്ന സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, പഠിക്കുന്ന സമയത്ത് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്കുകളുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റും അതിൻ്റെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് കണ്ടൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തുതരാം. അപ്പോൾ പറഞ്ഞു വന്നത് സ്ലീപ്പിംഗ് ടൈം ഞാൻ എൻ്റെ ഈ ഒരു ഡെയിലി പ്ലാനിൽ കൊടുത്തിട്ടുണ്ട്. എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ എണീക്കുന്നത്. പിന്നെ കൊടുത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗോൾ, എത്ര മണിക്കൂർ ഞാൻ ഇന്ന് പഠിക്കും എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു ഇത് വേണം. ഞാനൊരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയ പോലെ ഇരുന്ന് പഠിക്കാൻ പാടില്ല. അതായത് ഇപ്പം എണീറ്റ് ഇപ്പം പഠിച്ച് പിന്നെ കുറച്ച് കിടന്ന് തുടങ്ങി പിന്നെ കുറച്ച് കളിച്ച് പിന്നെ പഠിച്ച് ഫുഡ് കഴിച്ച് പഠിച്ച് അങ്ങനെ പോകാൻ പാടില്ല. നമുക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് പോകണം. അതിനുവേണ്ടി ഇത്ര ഹവേഴ്സ് ഞാൻ ഡെയിലി വർക്ക് ചെയ്യും, ഇത്ര ഹവേഴ്സ് ഞാൻ ഡെയിലി പഠിക്കും. വർക്ക് ചെയ്ത് അത് മാത്രം മൈൻഡിൽ ഇത്ര ഹവേഴ്സ് ഞാൻ പഠിക്കും എന്നുള്ളൊരു മൈൻഡ് ഒരു നോട്ട് ഈ ഒരു ഡെയിലി പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആക്ച്വൽ എന്ന് പറഞ്ഞൊരു ഒരു വേർഡ് കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഞാനിന്ന് പഠിക്കുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 12 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചാലും പലപ്പോഴും ചിലപ്പോൾ ഈ ടൈം തീർന്നൊന്നും വരത്തില്ല. എന്തെങ്കിലും ചിലപ്പോൾ പേഴ്സണൽ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ ടയേർഡ് ആവാം, ഹ്യൂമൻ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നാലും എത്ര മണിക്കൂർ പഠിച്ചു എന്ന് ഞാൻ എഴുതി നോട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ബൈ മിസ്റ്റേക്ക് പഠിപ്പ് കുറഞ്ഞു പോയാലും ഇനി എന്തെങ്കിലും ഫാക്ട്സ് കാണാം, നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഇന്ന് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗോളും ആക്ച്വലും എഴുതി വെച്ചിട്ടുള്ളത്. എത്ര ഹവേഴ്സ് ഇന്ന്, ഹവേഴ്സും മിനിറ്റ്സും അടയാളപ്പെടുത്തുന്നുണ്ട്. എത്ര മിനിറ്റ് എത്ര അവർ എന്ന് പഠിച്ചു, എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, അപ്പ് സൈഡ് ആണോ അതോ ഡൗൺ സൈഡ് ആണോ ക്രിയേറ്റ് ആയിട്ടുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈ നോട്ട്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മൈ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. മൈ നോട്ട്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസം ഞാൻ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും പോർഷൻസ് എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഞാൻ മൈ നോട്ട്സിൽ എഴുതിക്കും. റിവിഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ മൈ നോട്ട്സ് ഒന്ന് റീവൈൻഡ് ചെയ്യാൻ പറ്റും. വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അതൊന്ന് സ്ട്രെസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നൊരു പുഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഭാഗം ഈസിയാണ് അപ്പോൾ അതധികം പഠിക്കേണ്ട. പിന്നെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും പേരുകളോ അല്ലെങ്കിൽ കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഈ മൈ നോട്ട്സിൽ എഴുതി വയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു പോർഷൻ കൺക്ലൂഷനാണ്. ഈ കൺക്ലൂഷൻ എന്തിനെ കൊടുത്തില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, നാളെ സത്യം കറണ്ട് പോയിട്ടോ, ആകെ എമർജൻസി ലൈറ്റ് മാത്രമല്ല, റിംഗ് ലൈറ്റിന് പകരം ഞാൻ എമർജൻസി ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ആ ലൈറ്റാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നെക്സ്റ്റ് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺക്ലൂഷനാണ്. ഈ കൺക്ലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദിവസം പഠിച്ചു കഴിഞ്ഞ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ മീൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഡേയിലേക്ക് നോട്ട് ചെയ്യണം. അതായത് ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പോർഷൻ തീർന്നിട്ടില്ല, ആ പോർഷൻസ് നാളെ ഞാൻ പഠിക്കണം തന്നെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ കൺക്ലൂഷനിൽ എഴുതിക്കും. ഒരു ദിവസത്തിൻ്റെ സിനോപ്സ് എത്രത്തോളം ഒരു ചെറുതാക്കിയൊക്കെ എഴുതാന്നൊക്കെ പറയില്ല, അതുപോലെ ഷോർട്ടാക്കി എഴുതാനാണ് ഈ കൺക്ലൂഷൻ കൊടുത്തത്. പിന്നെ അടുത്തതിൻ്റെ ടു ഡു ലിസ്റ്റ് എന്നൊരു സെക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിൽ തന്നെയാണ് നമ്മൾ ടാസ്കും കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റസും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ടു ഡു ലിസ്റ്റിൽ ഞാൻ നോക്കിയ ഓൾമോസ്റ്റ് എല്ലാ ഡെയിലി പ്ലാനേഴ്സിലും ഒരു ചെക്ക് ബോക്സും അതിൽ എഴുതാനുള്ള സ്പേസും മാത്രമേ കൊടുത്തുള്ളൂ. അതായത് ഇന്ന ടാസ്ക് ടിക്കിട്ട് പോകാന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ 5 ടാസ്ക് വെച്ചിട്ട് നോക്കിയാൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ട് എനിക്ക് 5 ടാസ്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ ജസ്റ്റ് ടിക്കറ്റ് പോകുന്നത് ഇൻഡോ ഇട്ടിട്ട് പോകാം. ഇൻ കേസ് ഞാൻ ഹാഫ് വേയിലാണ് നിൽക്കുന്നതെങ്കിൽ, പകുതി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ടാസ്കും സ്റ്റാറ്റസും എന്നുള്ള ഓപ്ഷൻസ് എടുത്തത്. ഇങ്ങനെ എടുത്താൽ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാസ്കിൻ്റെ സ്റ്റാറ്റസ് അത് ഫിനിഷ്ഡ്, കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ പെൻഡിങ്, അല്ലെങ്കിൽ കണ്ടിന്യൂ, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ഫോർ ടുമോറോ, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞാൻ ടാസ്കും സ്റ്റാറ്റസും കൊടുത്തില്ല. ഇത് ഫുള്ളി എൻ്റെ നീഡ് അനുസരിച്ച്, ഞാൻ ഇപ്പോഴത്തെ എൻ്റെ നീഡ് അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാം. എന്തെങ്കിലും നമ്മൾ പുതിയ കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. നല്ലതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, പൊട്ടയാണെങ്കിൽ തള്ളിക്കളയാം. അപ്പോൾ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റഡി പ്ലാനാണ് ഇത്. ഒരു A4 ഷീറ്റ് എടുത്തേക്കാണ്. ഒരു A4 ഷീറ്റിനെ 2 സൈഡാക്കിയിട്ട് തരംതിരിച്ചിട്ട് 2 സൈഡിലാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ഒരു A4 ഷീറ്റിൽ 2 സൈഡ് കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഒരു 15 A4 ഷീറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം കവർ ചെയ്തെടുക്കാൻ പറ്റും. 30 ദിവസമുള്ള കണ്ടന്റ് കിട്ടും. അപ്പോൾ റേറ്റും കുറയും,
പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അതിനുള്ള പൈസ നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ ഇതിൽ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. മീൻസ് സാധാരണ ഒരു A4 ഷീറ്റിൽ പെൻസിൽ വെച്ചിട്ട് വരച്ച് പേന കൊണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറക്കണം, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, പെട്ടെന്ന് പറയാൻ പറ്റില്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പെൻസിൽ കൊണ്ടാണ് ലൈൻസ് വരച്ചത്. അതെനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി. അത് പണി കിട്ടിയെന്ന് പറയാൻ കാരണം ഞാൻ ഇത് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു കേട്ടോ. ഒരു സെറ്റ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചപ്പോൾ അതിൽ ചില ലൈൻസൊന്നും ക്ലിയർ അല്ലാണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്ത് ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇങ്ക് യൂസ് ചെയ്യുക. കളർ പ്രിൻ്റ് എടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താൽ മതി. നമുക്ക് ഭംഗിയല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് വായിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവണം. അതുകൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. അതായത് നമ്മളിപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും കാണാൻ വൃത്തിയല്ല വേണ്ടത്, നമ്മുടെ ആ മാർക്ക് ചെയ്യുന്ന പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. വൃത്തിക്കല്ല ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക, നമ്മൾ ചെയ്യുന്ന കണ്ടന്റിനാണ് മാർക്ക് കിട്ടുക എന്ന് പറയും. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റഡി പ്ലാനറാണ് ഇത്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ 30 ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 മാസത്തോളം എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ചെറുതായിട്ട് ആ പെൻസിൽ കൊണ്ട് വരച്ച് മാത്രം ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും വരയ്ക്കേണ്ട സിറ്റുവേഷനാണ്. ഇതെനിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പോലെ ഇതുപോലെ സ്റ്റഡി പ്ലാനർ ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 2-3 മെയിലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇഗ്നോന് പഠിക്കുന്നതുകൊണ്ട് ആ ഇഗ്നോയിൽ പഠിക്കുന്ന കുറച്ച് സബ്ജക്റ്റുകൾ എനിക്ക് ഹെൽപ്ഫുള്ളാണ്. അത് സിവിൽ സർവീസ് റിലേറ്റഡ് ആണെന്നുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് 2-3 പേര് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് സാറ്, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ ആ ബുക്കുകളുടെ ലിസ്റ്റ് ഒന്ന് പറയുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ബുക്കുകളുടെ ലിസ്റ്റ് പറയുന്നതിന് പകരം ആ ബുക്കുകളുടെ എല്ലാം PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു 2-3 പേർക്ക് ഞാൻ ആ PDF ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഗ്നോയിൽ സിവിൽ സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഞാൻ പഠിക്കുന്നത്, അതായത് ഞാൻ BAG ബാഗ് ഹിസ്റ്ററിയിൽ ഞാൻ പഠിക്കുന്ന ജനറലാണ്, നോർമൽ ജനറൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ ആ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് സിവിൽ സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുക്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വായിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രൈവിൽ ഇട്ടിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡ്രൈവിൽ നിന്ന് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ഇടാൻ വേറെ മെത്തേഡ്സുകളൊന്നുമില്ല. കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. താല്പര്യമുള്ളവർ ഇപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഈ ബുക്സ് ഫുള്ളി കവർ ചെയ്യണ്ട. ഞാൻ മെയിൽ ചെയ്തപ്പോൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബുക്സ് കംപ്ലീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കേണ്ട. സിലബസ് നോക്കുക. സിലബസ് നോക്കിയതിന് ശേഷം ആ സിലബസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക. അത് മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ ജുഡീഷ്യറിനെ കുറിച്ചിട്ടുണ്ടാവും, അതുകൂടാണ്ട് നമ്മുടെ പാർലമെൻറ്റിനെ കുറിച്ചുണ്ടാവും. പക്ഷെ അതൊന്നും കൂടാണ്ട് ഒരു ബന്ധമില്ലാത്ത കുറച്ച് ടോപ്പിക്കുകളും ആ ഒരു യൂണിറ്റ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മൊത്തത്തിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കവർ ചെയ്ത് പഠിക്കാൻ നോക്കാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഗ്നോൻ്റെ എൻ്റെ BAG ഹിസ്റ്ററി, ജനറൽ ഹിസ്റ്ററിയുള്ള ബുക്സുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ ഒരു പറയാനുള്ള ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ സിലബസിന് ഞാൻ ഒന്ന് ഷോർട്ട് ഉണ്ട്, ഒരു മൈൻഡ് മാപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചാർട്ടാക്കിയിട്ട് ഒരു സിലബസിന് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇല്ല, നമ്മുടെ ജനറൽ സ്റ്റഡീസ് ആ ഒരു പേപ്പേഴ്സ്, ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ് മാത്രമാണ്. കാരണം അത് കുറേ ബൾക്കായിട്ട് കുറേ കാര്യങ്ങൾ എടുക്കണം, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റഡി പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതെനിക്ക് ഹെൽപ്ഫുള്ളാണ്. ഈ സ്റ്റഡി പ്ലാനർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വേണം ക്രിയേറ്റ് ചെയ്യുക. ആരുടെയും കോപ്പി ചെയ്യണ്ട. ഇൻഫാക്ട് എൻ്റെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, നീഡ്സ് എന്തിട്ടാണോ ആ നീഡ്സിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാനർ, പക്ഷെ എന്തായാലും വേണം കേട്ടോ. ഒരു സ്റ്റഡി പ്ലാനർ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം ആ ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ടെങ്കിലാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഹിസ്റ്ററി പോലെ ഉണ്ടാവും, നമുക്കത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് വരാം. എന്തൊക്കെ പഠിച്ചു, ഇനി എന്തൊക്കെ പഠിക്കാണ്ട്, എത്ര സമയം പഠിക്കണം, എത്രത്തോളം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര സമയം ഇനി എക്സ്ട്രാ ആഡ് ചെയ്ത് പഠിക്കണം, എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ എണീക്കുന്നു, എത്രത്തോളം ടൈം നമ്മൾ ഉറങ്ങുന്നുണ്ട്, ഉറക്കത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കംപ്ലീറ്റ് ട്രാക്ക് നമ്മുടെ ഈ കൺക്ലൂഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരു വീക്ക് എൻഡിൽ റിവിഷനും മുമ്പായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സ്റ്റഡി പ്ലാനർ പ്രിപ്പയർ ചെയ്യുക, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പഠിപ്പ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.